ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവലാണ്. ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് എടുക്കുന്നു. അതിന് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിന് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പം ഫോട്ടോഷോപ്പിനകത്ത് തന്നെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. മാജിക്കൽ എറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അല്ലാതെ തന്നെ ലെയറിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ മെത്തേഡിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ഫോട്ടോഷോപ്പിൽ. ഞാനിവിടെ ലെയറിനകത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോഷോപ്പ് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് വന്നിട്ടുള്ള ചില റിമൂവ് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ മാജിക്കൽ എറേസർ ടൂൾ ഉപയോഗിച്ച് നമ്മളത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഇമേജാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ Ctrl+C കൊടുത്ത് ഈ ഇമേജ് അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഇമേജ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഇച്ചിരി സൈസ് കൂടുതലായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇച്ചിരി ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലെയറിൻ്റെ മേളിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ ലെയറിൻ്റെ താഴെയായിട്ട് കൊടുക്കാം, ലെയർ താഴെയാക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട്, ഇമേജിൻ്റെ ബാക്കിലായിട്ട് ഈ ഫോട്ടോ വന്നു. നമുക്ക് ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഇമേജ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. വേണ്ട നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ബ്രൈറ്റ്നെസ് ഈ ഇമേജിനൊന്ന് കൂട്ടി കൊടുക്കാം. ബ്രൈറ്റ്നെസ് ഒരു 16-18 നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇമേജിന് ഇച്ചിരി ഒരു ബ്രൈറ്റ്നെസ്, ഒരു വെട്ടം കിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സേവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചഡ് ഇമേജ് എന്ന പേര് കൊടുത്തു. ഇവിടെ സേവ് ചെയ്യുകയാണ്.
ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.